ഞങ്ങളുടെ ഷിപ്പ് ഹാമർ ഫെസ്റ്റിൽ ബെർത്തിലേക്ക് പോകാൻ പറ്റാതെ അവിടെ മറ്റൊരു ഷിപ്പ് ഉള്ളത് കാരണം ആങ്കറേജിലാണ്. ചില സ്ഥലങ്ങളിൽ ഇതൊരു ബ്ലെസ്സിങ് ആണ്, ചില ആങ്കറേജസ് ഒരു ബ്ലെസ്സിങ് ആണ്. കാരണം ഇവിടെ അതുപോലത്തെ ഒരു ലൊക്കേഷനാണ്. സൗത്ത് ഓഫ് കേപ്പ് എല്ലാവർക്കും ഫെമിലിയർ ആണ്. അതുപോലുള്ള നോർത്ത് കേപ്പ് എന്ന് പറയുന്ന നോർവേയുടെ ഭൂമിയുടെ ഏറ്റവും മുകളിലത്തെ നോർത്ത് കേപ്പ്, അത് ഇവിടെ നിന്ന് ഒരു 40 നോട്ടിക്കൽ മൈൽ, അതായത് എല്ലാ വർഷവും 200 ഷിപ്പുകൾ പോലും ക്രൂയിസ് ഷിപ്പുകൾ വരുന്ന, അതായത് ടൂറിസ്റ്റുകൾ കാണാൻ വരുന്ന അത്രയും വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ടുള്ള നോർത്ത് കേപ്പിൽ നിന്ന് ഒരു ജസ്റ്റ് ഒരു 40 നോട്ടിക്കൽ മൈൽ ദൂരത്തിലാണ്. അതുപോലെ തന്നെയുള്ളൊരു ആ ഒരു നോർത്ത് കേപ്പിലുള്ളതുപോലെ തന്നെയുള്ള മറ്റ് മലനിരകളാണ് എൻ്റെ ചുറ്റുപാടും ഇവിടെ കാണുന്നത്. ഈ മലനിരകൾ ഈ നോർത്ത് സീ വിന്റേഴ്സ് ആയി കഴിഞ്ഞാൽ വളരെ റഫായി മാറും. വെരി വെരി ബാഡ് സ്റ്റേറ്റ് ആയിരിക്കും, വെരി ഹൈ സ്വെൽസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ മലനിരകളാണ് ഇതിനുള്ളിലുള്ള ഈ പോർട്ടുകൾക്ക് പ്രൊട്ടക്ഷൻ ആയിട്ടിരിക്കുന്നത്. ഓപ്പൺ സീയിൽ നിന്നും കണക്റ്റഡ് ആയിട്ടുള്ള പോർട്സിനെ ഈ മലനിരകൾ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പം പോർട്ട് ഓപ്പറേഷൻസിലൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. നമ്മുടെ വിഴിഞ്ഞം പോർട്ടൊക്കെ ഓപ്പൺ സീ പോർട്ടാണ്. അപ്പോൾ അവിടെ മെയിൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റഫ് വെതർ ആയി കഴിഞ്ഞാൽ ചെറിയൊരു ബ്രേക്ക് വാട്ടേഴ്സ് വെച്ചിട്ട് മാത്രമാണ് പോർട്ടിലേക്ക് ഈ കടലിൽ നിന്നുള്ള രൂക്ഷമായ സിറ്റുവേഷൻസിനെ സ്റ്റോപ്പ് ചെയ്യാൻ നടക്കുന്നെങ്കിൽ ഇവിടെ നാച്ചുറലി തന്നിരിക്കുന്ന ഈ വലിയ മലനിരകൾ ഇവയെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നു. എൻ്റെ പുറകെ കാണുന്ന ഈ മലനിരകളെല്ലാം ഒരു മാസം കൂടി കഴിഞ്ഞാൽ, വിന്റേഴ്സ് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ മൊത്തം മഞ്ഞ മലകളായിട്ട് മാറുന്ന കൂടിയുള്ളതാണ് പ്രത്യേകത. അതുകൂടാതെ ഇവിടെ ഈ മഞ്ഞ മലകളുടെ മുകളിൽ നോർത്തേൺ ലൈറ്റ്സ്, അതായത് ഗ്രീനിഷ് നോർത്തേൺ ലൈറ്റ്സ് കാണാൻ വേണ്ടിയിട്ടാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ഈ ഒരു നോർവേ എന്ന് പറയുന്ന നോർവേയുടെ ടോപ്പ് മോസ്റ്റ് പോർഷനിലേക്ക് വരാറുള്ളത്.